ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ സ്വസ്ഥാനങ്ങളിലിരിക്കുക. 10-15 മിനിറ്റ് കർത്താവിൻ്റെ വചനം കേട്ട് തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ നമ്മൾ തമ്പുരാനെ ആരാധിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം ദുശീലങ്ങൾക്കും തഴക്കദോഷങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോയവർക്കാണ്. അതുകൊണ്ട് കർത്താവ് ഇന്നത്തെ ദിവസം തന്നിരിക്കുന്ന വചനം, അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന വചനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-14 തിരുവചനങ്ങളാണ്. നിങ്ങൾക്ക് ആ വചനഭാഗം ബൈബിൾ തുറന്നെടുക്കാം. നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് ബൈബിൾ എടുത്ത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ എടുക്കാം. ഞാൻ ആ വചനഭാഗം ഒന്ന് വായിക്കാം. നിങ്ങൾ എന്നോട് ചേർന്ന് ഈ വചനഭാഗം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാവോ? സ്വരമുയർത്തി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ വചനം നല്ല ഉച്ചത്തിൽ, നമ്മൾ വചനമൊക്കെ വായിക്കുമ്പോൾ, ഭവനങ്ങളിലിരുന്ന് വായിക്കുമ്പോൾ, നമ്മുടെ ഭവനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ ഏറ്റവും നല്ലത് നമ്മൾ അധരം തുറന്ന് കർത്താവിൻ്റെ വചനം വായിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ചുമ്മാ വായടച്ചു പിടിച്ചിട്ടല്ല, അധരം തുറന്ന് ആ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ഭവനങ്ങളിൽ, അല്ല ഇന്നലകളിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അത് ഊർജ്ജമാണ്. ഊർജ്ജം ഒരിക്കലും നശിപ്പിക്കപ്പെടില്ല. അപ്പം കെട്ട വാക്കുകളാണ് പറഞ്ഞെങ്കിൽ അത് ആ ഊർജ്ജം കുടുംബത്തിലുണ്ടാകും. തിന്മയുടെ വാക്കുകൾ, പാപത്തിൻ്റെ, അശുദ്ധിയുടെ, ഇതൊക്കെ കുടുംബങ്ങളിൽ കുമിഞ്ഞുകൂടി കുടുംബത്തിൻ്റെ അന്തരീക്ഷം വരെ മലിനമായിട്ടുണ്ടാകും. അപ്പം അതിനുള്ള മറുമരുന്നെന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമം അധരം തുറന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, അധരം തുറന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ കിടക്കുന്ന കെട്ട ഊർജം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പം അതുകൊണ്ടാണ് അധരം തുറന്ന് സ്വരം ഉയർത്തിയൊക്കെ നിങ്ങൾ ഇന്ന് പകൽ സമയം കിട്ടുമ്പോൾ, ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഈശോയുടെ കൂടെ 1 മണിക്കൂറെങ്കിലും ഇരിക്കണം എന്ന് ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിൽ പറയാറുള്ളതാണ്. ആ 1 മണിക്കൂർ സമയം ഇരിക്കുന്ന സമയത്തൊക്കെ ബൈബിളൊക്കെ തുറന്ന് നല്ല ഉച്ചത്തിൽ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ആ സുഹൃദേവം എല്ലാ സമയവും ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഈശോയെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ തിരുവിഷ്ടം നിറവേറട്ടെ. ഇതാണ് നമ്മൾ ആ 1 മണിക്കൂർ സമയം ഈശോയുടെ കൂടെ ഇരുന്ന് കർത്താവിൻ്റെ മുഖത്തെ ധ്യാനിച്ച് ആ സ്നേഹത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് പറഞ്ഞ് ആ സ്നേഹത്തിൽ രൂപപ്പെടേണ്ട വിഷയം, ഈശോയെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ. ഈ കൊച്ചു ജീവിതത്തിൽ കർത്താവ് എൻ്റെ ഇഷ്ടങ്ങൾക്കുപരിയായി നിൻ്റെ തിരുവിഷ്ടം എന്നിൽ പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞ് ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വചനം പറഞ്ഞുതരാം. നിങ്ങളത് അധരം തുറന്ന് സ്വരമുയർത്തി, ബൈബിളൊക്കെ എടുത്ത് വായിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാകും. എന്നോടൊപ്പം നിങ്ങൾ ഈ വചനഭാഗം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ വചനഭാഗം തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ഒരു കാരണമുണ്ട്. ഈ ഒരൊറ്റ വചനം ഒരു ജീവിതത്തെ വിശുദ്ധ ജീവിതത്തിലേക്ക് ഉയർത്തി, അല്ലെങ്കിൽ വിശുദ്ധനാക്കി മാറ്റി. ഒരൊറ്റ വചനം, ഈ വചനത്തിൻ്റെ ശക്തിയാൽ. അതാരാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും, അറിയാവുന്നവർക്കറിയാം. അതുപോലെ ലൗകിക മനുഷ്യനായി ജീവിച്ചവൻ, അതുപോലെ ജഡിക പാപത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നവൻ, ഭൗതികതയുടെ ഒരു തലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത, വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളരാൻ പറ്റാതെ പാപത്തിൻ്റെ പടുക്കുഴിയിലായിരുന്ന അഗസ്റ്റിനെ അൾത്താരയിൽ കയറ്റി വെച്ച് വണങ്ങുന്ന വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റിയത് ഈ ഒരൊറ്റ വചനമാണ്. അഗസ്റ്റിൻ്റെ ജീവിതകാലത്ത് AD 386 അഗസ്റ്റിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, മിലാനിലൂടെ പോകുമ്പോൾ ഒരു പയ്യൻ ഒരു നല്ല ഉച്ചത്തിൽ പറയുന്ന ഇങ്ങനെ കേൾക്കുകയാണ്, എടുത്ത് വായിക്ക്. അങ്ങനെ എടുത്ത് വായിച്ച് തുറന്നപ്പോൾ കിട്ടിയ വചനം ഈ വചനമാണ്. റോമ 13 മുതലുള്ള വചനമാണ് ഈ പറയുന്ന അഗസ്റ്റിന് കിട്ടിയത്. ഒരൊറ്റ വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോഴേ സ്വർഗത്തിൻ്റെ ഒരു പ്രകാശം, താൻ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു വെളിച്ചം അഗസ്റ്റിലേക്ക് വരികയാണ്. പിന്നെ നമുക്കറിയാം
എന്താണ് അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന്. ഇന്നലകളിൽ ആരുടെ കൂടെ അവൻ പാപം ചെയ്തോ അവർ വീണ്ടും പാപത്തിന് നിർബന്ധിച്ചപ്പോൾ അഗസ്റ്റിൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പഴയ അഗസ്റ്റിനല്ല. ഒറ്റ വാക്കേ പറയുള്ളൂ, ഞാൻ പഴയ അഗസ്റ്റിനല്ല. ഇന്നലകളിൽ നിന്നോടൊപ്പം പാപം ചെയ്ത അഗസ്റ്റിനല്ല എന്നത് പുതിയ അഗസ്റ്റിനാണ്. ഇതൊറ്റ പറഞ്ഞ ക്രിസ്തുവിനെ ധരിക്കുവിൻ, പുതിയ മനുഷ്യനെ ധരിക്കുവിൻ, ക്രിസ്തുവാകുന്ന. അപ്പം അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ഉള്ളിലുള്ള ശക്തി ഏതെല്ലാം തഴക്കദോഷങ്ങൾക്കും ഏതെല്ലാം തരത്തിലുള്ള അടിമത്തങ്ങൾക്കും ദുശീലങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതം ഇന്നലകളിൽ കട്ടപ്പെട്ടു പോയോ അതിൽ നിന്നൊക്കെ നമ്മളെയും പുറത്തു കൊണ്ടുവരാൻ ശക്തിയുള്ള കർത്താവിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് ഈ വചനഭാഗം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടെടുത്തത്. നമുക്ക് ഈ വചനഭാഗത്തിൻ്റെ സന്ദേശം കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പൗലോസ് ശ്ലീഹ പറഞ്ഞത്? രാത്രിയുടേത് ചില തീരുമാനങ്ങളുണ്ട്. പകലിന് യോജിച്ച വിധം പെരുമാറാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ടതുണ്ട്. പകൽ നമ്മൾ ചെയ്യുന്ന, സമൂഹത്തിൻ്റെ മുമ്പിൽ ചെയ്യുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ആ ഒരു സ്വാതന്ത്ര്യത്തോടും ഫ്രീഡത്തോടും കാപട്യമില്ലാതെ നമ്മുടെ രാത്രിയുടെ യാമങ്ങളിലും അന്ധകാരത്തിൻ്റെ ഇടങ്ങളിലും അടച്ചിട്ട മുറികളിലും അതേ വിശുദ്ധിയും സ്നേഹമൊക്കെ പുലർത്താൻ നമുക്ക് പലർക്കും പറ്റാതെ പോകുന്നുണ്ട്. മറ്റൊരു വാക്യം പറഞ്ഞാൽ അന്ധകാരമെന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ തിന്മയാണ്, പാപത്തെയാണ്. എന്തെല്ലാം പാപങ്ങളാണ് ഇരുട്ടിൻ്റെ മറയിൽ അരങ്ങേറുന്നത്. നമ്മുടെ ജീവിതവും നമ്മുടെ സ്വകാര്യ ജീവിതമൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സംസാരവും നമ്മുടെ ആലോചനകളും നമ്മുടെ ചിന്തകളൊക്കെ നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രകാശത്തിൽ നമ്മൾ ചെയ്യോ, വെളിച്ചത്തിൽ ചെയ്യോ? നമ്മൾ ഇരുട്ടിൻ്റെ മുറിയിൽ ഇങ്ങനെ ഇടയിൽ ചെയ്യുന്ന പാപങ്ങളുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 21-18 മുതലുള്ള വചനങ്ങളിൽ വായിക്കുമ്പോൾ ദാമ്പത്യ വിശ്വസ്തത ബ്രേക്ക് ചെയ്യുന്നവൻ അവൻ ആത്മകഥം ചെയ്യുന്നതെന്നറിയോ? ഇരുട്ടെന്നെ മൂടുന്നു, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. അതുകൊണ്ട് അവൻ ദാമ്പത്യ അവിശ്വസ്തയിലേക്ക് പോയി. സ്നേഹത്തിന്റെ ബന്ധത്തെ വിച്ഛേദിച്ച് ദാമ്പത്യ അവിശ്വസ്തയിലേക്കും ലൈംഗിക ഭാവങ്ങളിലേക്കും ജഡിക ഭാവങ്ങളിലേക്കൊക്കെ പോയത് ആരും എന്നെ കാണുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. ഇരുട്ടിന്റെ മറയത്ത് നടക്കുന്ന പലതും അതിനൊരു പാപത്തിന്റെ കൊണോട്ടേഷനാണ് പൗലോസിലെ റോമാക്കാർക്ക് എഴുതിയ ആ ലേഖനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സങ്കീർത്തനം 139 വായിക്കും പറയുന്നൊരു കാര്യമുണ്ട്, ഇരുട്ട് പോലും കർത്താവിന് ഇരുട്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് ചെയ്ത പാപങ്ങൾ പോലും വെളിച്ചത്ത് വരുന്ന സമയമുണ്ട്. മറ്റൊരു വാക്കിൽ ഇരുട്ടിൻ്റെ മറയത്ത് ചെയ്യുന്നത് പോലും കർത്താവ് കാണുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് പൗലോസിലെ പറയാണ്, നിങ്ങളുടെ ഈ ഇരുട്ടിൻ്റെ പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടിൻ്റെ രാത്രിയുടെ, അതുകൊണ്ടാണ് തൊട്ട് മുമ്പത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെല്ലാം പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിലുള്ള അന്ധകാരം ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മളിലുള്ള സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടതും ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതും സമൂഹമായി ബന്ധപ്പെട്ടതൊക്കെ ആയി നമ്മൾ കൊണ്ടു നടക്കുന്ന സ്വകാര്യ പാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ഇടങ്ങളെ നമ്മൾ മനസ്സിലാക്കും. ഒരുപക്ഷെ ദൈവസ്നേഹം കടന്നു ചെല്ലാത്ത ഇടങ്ങളാണ് ഈ അന്ധകാരത്തിനിടം. ഈശോയുടെ പ്രകാശം കടന്നു ചെല്ലാത്ത ഇടങ്ങളെയാണ് അന്ധകാരം എന്ന് വിളിക്കുന്നത്. ബിബ്ലിക്കലി സ്പിരിച്വലി ഒക്കെ ഈശോയുടെ സ്നേഹം കടന്നു ചെല്ലാത്ത ഇടങ്ങളാണ് അന്ധകാരത്തിൽ. ആ പ്രകാശം കിട്ടുമ്പോൾ അഗസ്റ്റിനൊരു പ്രകാശം കിട്ടി, തൻ്റെ ഭൗതികതയിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഒരു പ്രകാശം കിട്ടി, തൻ്റെ ജഡത്തിൻ്റെ മേലൊരു പ്രകാശം കിട്ടി. ഇന്നുവരെ കടന്നു ചെല്ലാത്ത ഒരിടത്തിലേക്ക് കർത്താവിൻ്റെ പ്രകാശം കടന്നു ചെല്ലുന്നപ്പോൾ ഒരു വെളിച്ചം വീണു, പിന്നെ പാപത്തിലേക്ക് പോയില്ല. എന്ന് പറയുന്ന പോലെ എവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ പ്രകാശം കടന്നു ചെല്ലാത്തതുണ്ടോ നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലകൾ, നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളിൽ, ഒരുപക്ഷെ നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ, നമ്മൾ ആയിരിക്കുന്നിടങ്ങളിൽ, ജോലി മേഖലകളിൽ, പഠന മേഖലകളിൽ, സൗഹൃദങ്ങളിൽ ഒക്കെ ഒരുപക്ഷെ ഈശോയുടെ സ്നേഹം കടന്നു ചെല്ലാത്ത ഇടങ്ങളുണ്ടാകാം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്?
നമ്മൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കാൻ തുടങ്ങും. കള്ളത്തരം കാണിക്കാൻ തുടങ്ങും, നുണ പറയാൻ തുടങ്ങും, പാപം ചെയ്യാൻ തുടങ്ങും, നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകും, ആകുലതകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങും, സങ്കടത്തിലേക്ക് വീണു പോകും, ആരുമില്ല എന്നുള്ള തോന്നലുകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങും. സ്നേഹരാഹിത്യത്തിൻ്റെ തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തികളിലേക്കൊക്കെ നമ്മൾ വീണു പോകാൻ തുടങ്ങും. അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കെല്ലാം ക്രിസ്തുവിൻ്റെ പ്രകാശം വെളിപ്പെടുത്തപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങൾ, കാപട്യമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ലെങ്കിൽ കർത്താവേ, ആ മേഖലയിൽ വിടുതൽ നൽകണമേ. പ്രത്യേകിച്ച് ദാമ്പത്യ അവിശ്വസ്തതയിൽ കഴിയുന്നവർ, വിശുദ്ധ ജീവിതത്തിനെതിരായ പാപത്തിൻ്റെ സുഖം പേറുന്നവർ, ചില ദുശീലങ്ങളുടെ അടിമത്തങ്ങളിലേക്കും അന്ധകാരത്തിലേക്കും വീടുപോയ മക്കളുണ്ടെങ്കിൽ അവർക്ക് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ആയിരിക്കുന്നിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, എന്നിലുള്ള അന്ധകാരത്തെ, നിരാശയുടെ, ആകുലതയുടെ, ഭയത്തിൻ്റെ ഒക്കെ അന്ധകാരത്തെ അകറ്റാൻ തക്ക വിധത്തിൽ ഈശോയെ, നിൻ്റെ പ്രകാശം കൊണ്ട് എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശരീരത്തെ നീ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളെ അലട്ടുന്ന, ഇവിടെ കുടുംബാംഗങ്ങളെ അലട്ടുന്ന ആർക്കെല്ലാം വേണ്ടി മക്കൾ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ മേൽ സ്വാധീനം ചെലുത്തുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെ, എല്ലാ അശുദ്ധിയുടെ പ്രവർത്തികളെ, എല്ലാ കാപട്യത്തിൻ്റെ സ്വഭാവങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എല്ലാ ഇരുട്ടിൻ്റെ മറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ പാപത്തിൻ്റെ കെട്ടുകൾ, ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് വിപരീതമായി നിൽക്കുന്ന പാപത്തിൻ്റെ കെട്ടുകൾ, അവിശുദ്ധ സുഹൃത്ത ബന്ധങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ദുശീലങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ. മദ്യപാനത്തിൻ്റെ, ലഹരിയുടെ സ്വാധീന കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നിന്റെ പ്രകാശം കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ വചനം തന്നെ വെളിച്ചമുണ്ടാകട്ടെ എന്നാണല്ലോ. കർത്താവേ, ഈ മക്കൾക്ക് വെളിച്ചം നൽകണമേ, ബുദ്ധിയിൽ വെളിച്ചം നൽകണമേ, വിശ്വാസത്തിൽ വെളിച്ചം നൽകണമേ, വിശുദ്ധിയിൽ വെളിച്ചം നൽകണമേ. ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചം ഈ മക്കളിലേക്ക് വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ചെടികളുമെല്ലാം ആമേൻ. അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകിയിടും. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ, അഗ്നിയാൽ നിറയ്ക്കണമേ. ആത്മാവേ, അഗ്നിയാൽ നിറയ്ക്കണമേ. ലോകം മുഴുവൻ പാപത്തിൻ്റെ വിനകൾ നിറഞ്ഞിടും. മാനവരെല്ലാം നാശത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിടും. ലോകം മുഴുവൻ പാപത്തിൻ്റെ വിനകൾ നിറഞ്ഞിടും. മാനവരെല്ലാം നാശത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിടും. ആത്മാവേ, അഗ്നിയാൽ നിറയണമേ. ആത്മാവേ, അഗ്നിയാൽ നിറയ്ക്കണമേ. തുടർന്നുള്ള വചനഭാഗങ്ങൾ അടുത്തത് പൗലോസ് പറയുകയാണ്, ഇരുട്ടിൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയണം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന്. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ശരിക്കും അതും മനസ്സിരുത്തി വായിച്ച ഒരു 3 ജോഡി പാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
ഇത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ. ഇതിൽ നിന്നൊക്കെ വെളിച്ചത്തിലേക്ക് തുടർന്ന് വരുന്ന വചനം നമ്മൾ കാണും. എന്താണ് വെളിച്ചം? ആരാണ് വെളിച്ചം? ക്രിസ്തുവിനെ ധരിക്കുവിൻ. ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരു വെയ്ക്കപ്പ് കോളാണ് ശരിക്കും പറഞ്ഞ ഈ വചനം. അന്ധകാരത്തിൽ അതിൻ്റെ ആധിപത്യത്തിൽ കഴിയുന്ന നമുക്കുള്ള പ്രകാശത്തിലേക്കുള്ള ക്ഷണമാണ് ഈ വചനഭാഗം. അതുകൊണ്ട് ഇത് ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. എന്നിട്ട് പറയാണ് 6 തരം പാപങ്ങൾ. മറ്റു ബാക്കി പറഞ്ഞ ഒരു 3 ജോഡി പാപങ്ങൾ. സുഖലോലുപതയോ മദ്യലഹരിയിലോ. നമ്മൾ പറയല്ലേ ഈ പാർട്ടി സിൻസ് എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് ഇങ്ങനെ മദ്യം, ലഹരി, കഞ്ചാവ്, എന്തെല്ലാം തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം സാധനങ്ങളാണ് പിള്ളേർ ഉപയോഗിക്കുന്നത്? MDMA പോലത്തെ സാധനങ്ങളൊക്കെ. ഒരുതരം സുഖലോലുപതയിലും മദ്യലഹരിയിലുമായിട്ട് നമ്മുടെ തലമുറ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ആത്മനിയന്ത്രണത്തിന് വേണ്ട പ്രാർത്ഥന കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ. ഈ വിഷയങ്ങളിലൊക്കെ ഒരു നിയന്ത്രണ രേഖ ഇങ്ങനെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് എത്ര കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ പോലും ഈ ഭവനത്തിൽ 7ലും 8ലൊക്കെ പഠിക്കുന്ന പിള്ളേർ പോലും കംപ്ലീറ്റ് അഡിക്ഷൻ, കഞ്ചാവിനും ലഹരിക്കും ബ്ലൂ ഫിലിമിനും സ്വയംഭോഗത്തിനൊക്കെ അങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്വഭാവമാണെങ്കിൽ വല്ലാതെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ലഹരിയുടെ സ്വാധീനം, സുഖലോലുപതയിലും സുഖിക്കണം, അങ്ങനെ എൻ്റെ ഒരു ആ സുഖത്തിന് വേണ്ടി എന്തും ചെയ്യും. കൊല്ലാനും തല്ലാനും ഒന്നും മടിയില്ല, എന്ത് കാട്ടിക്കൂട്ടാനും മടിയില്ലാത്ത ഒരു സമൂഹത്തിൽ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൻ്റെ തിന്മയാണ് പൗലോസ്ലീഹ വരച്ച് കാണിക്കുന്നത്. ആത്മനിയന്ത്രണമില്ല. സോഷ്യലി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഈ വസ്തുക്കൾക്ക് ഒരു ആത്മനിയന്ത്രണമില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ളവർ എന്നെ ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കുക. ചില ദുശ്ശീലങ്ങൾ പുറത്തു വരാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ടോ? പ്രത്യേകിച്ച് ഈ മദ്യപാന, ലഹരി, സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ പറ്റാത്ത മക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. 2ാമത്തെ ജോഡി പാപങ്ങളാണ് അവിഹിത വീഴ്ചകളും വിഷയാസക്തി. ശാരീരികമായും സെക്ഷൽ ഏരിയയിലും വരുന്ന വീഴ്ചകൾ. അതിലാണ് ഈ ദാമ്പത്യ അവിശ്വസ്തതകൾ, വിവാഹത്തിന് മുമ്പുള്ള പാപങ്ങൾ, ചിന്തകളിൽ പാപം താലോലിക്കുന്നത്, മൊബൈലിലൂടെ പാപം ചെയ്യുന്നത്, ചില അവിശുദ്ധ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നത്, ദാമ്പത്യത്തിന് വിരുദ്ധമായ ബന്ധങ്ങൾ നിരന്തരം കൊണ്ട് ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ബെഡ്റൂം സെൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലുള്ള പാപങ്ങൾ അത് ഇരുട്ടിൻ്റെ, അന്ധകാരത്തിൻ്റെ പ്രവർത്തികളാണ്. ഇത് പുറത്തു വരാനാണ് പൗലോസ്ലീഹ നമ്മളെ ക്ഷണിക്കുന്നത്. 3ാമത്തതാണ് കലഹങ്ങളിൽ നിന്നും അസൂയയിൽ നിന്നും. കലഹവും അസൂയൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലും ബന്ധങ്ങളിലൊക്കെ ഇങ്ങനെ നിരന്തരം ഡെവലപ്പ് ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് അത് അടിയുണ്ടാകാനും, കലഹം, അടിയും ബഹളവും ഒച്ചപ്പാടും കുടുംബത്തിൻ്റെ മേഖലകളിൽ നിൽക്കുന്ന ഒരു വിശുദ്ധീകരണം, അതിലേക്കൊന്നും വീഴരുത് എന്ന് പൗലോസ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കലഹ സ്വഭാവത്തിലേക്ക്, അസൂയയിലേക്ക്, ഇതെല്ലാം നമ്മളെ, അസൂയ കയറിക്കഴിഞ്ഞാൽ അത് അസ്ഥികളെ പോലും ഇങ്ങനെ പൊടിച്ചു കളയുന്ന പറയുന്നത്, നശിപ്പിക്കുന്ന പറയുന്നത്. കായേന് ആബേലിനോട് അസൂയ തോന്നിയിട്ട് അവസാനം സ്വന്തം കൂടപ്പിറപ്പിനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയില്ലേ, നശിപ്പിച്ചു കളഞ്ഞില്ലേ. അപ്പം അസൂയ നമ്മൾ നിസ്സാരം വിചാരിക്കുന്ന പാപമൊന്നുമല്ല. അഹങ്കാരം, മന്ത്രവാദം പോലെ പാപം എന്നാണ് പറയുന്നത്. അത്രയും കട്ടിയുള്ള ചില പാപങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ ചിന്തകളിൽ. ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ രൂപപ്പെടുന്ന വിഷയങ്ങളാണ്. അത് പ്രവൃത്തിയായിട്ട് രൂപപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ മേഖലകളിൽ നിന്നൊക്കെ പുറത്തു വരാൻ പൗലോസ്ലീഹ നമ്മൾ ആവശ്യപ്പെടുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുവിൻ, പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിക്കുവിൻ. ഇതൊരു പുതിയ ഐഡൻറ്റിറ്റിയാണ്. അഗസ്റ്റിന് കിട്ടിയ ഒരു പുതിയ ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. എന്താണ്? യേശുവിനെ ധരിച്ചപ്പോൾ കിട്ടിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ പേഴ്സണാലിറ്റി. എല്ലാ അടിമത്തങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ ആത്മാവിൽ ജ്വലിച്ച ഒരു ശുശ്രൂഷയുടെ ഒരു അഭിഷേകം കിട്ടിയില്ലേ? അതുകൊണ്ട് പ്രാർത്ഥിക്കാം.
പൗലോസ് പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. എന്നിട്ട് അടുത്ത വചനം കൂടി ചെന്ന്, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉപേക്ഷിക്കുന്ന ഈ വിഷയങ്ങളിലേക്ക് വീണ്ടും വീണു പോകാതിരിക്കാൻ ശരീരത്തെ പട്ടിണിക്കിടാൻ. മറ്റു വാക്യം പറഞ്ഞാൽ നമ്മുടെ ഫ്ലഷ്, ജഡത്തെ നമ്മൾ സ്റ്റാർവ് ചെയ്യണം, പട്ടിണിക്കിടാൻ. ശരീരം ചോദിക്കുന്ന എല്ലാം കൊടുക്കരുത്. തിന്നണം, ചിലരുടെ ഇങ്ങനെ തിന്നണമെന്ന് തോന്നുമ്പോൾ തിന്നുക, കിടക്കണമെന്ന് തോന്നുമ്പോൾ കിടക്കുക, ഉറങ്ങണമെന്ന് തോന്നുക. ആ ശരീരം എന്തെല്ലാം പറയുന്ന ആ പ്രവണതകൾക്കനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൗലോസിലെ ഗലാത്യ 5:15 പറയുന്നത്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിക്കുക, ജഡത്തിൻ്റെ വികാരങ്ങൾക്ക് നാം നമ്മെ തന്നെ അടിമപ്പെടുത്തരുത്. ഇപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി ഈശോയെ ധരിക്കുന്നതാണ്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം പേറുന്നതാണ്. അത് വെളിച്ചത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയാണ്. പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് എഴുന്നേറ്റ് നിന്ന്, കർത്താവേ, ഈ വചനം ഞങ്ങളിൽ മാത്രമല്ല, ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ, പ്രത്യേകിച്ച് ദുശീലങ്ങൾക്കും തഴക്കദോഷങ്ങൾക്കും ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ അടിമത്തത്തിലേക്ക് പോയ അനേകം മക്കളുണ്ട്, അനേകം കുഞ്ഞുങ്ങളുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ ഫോണ്, വീഡിയോ ഗെയിം, റീൽസ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഈ ഫോണിൽ തന്നെ ജീവിതവും ദിവസമൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. കർത്താവിൽ നിന്നൊക്കെ വിടുതൽ വേണ്ട മക്കൾ അവരെല്ലാം ഞങ്ങൾ സമർപ്പിക്കും. ഇന്നത്തെ ദിവസം മുഴുവനും ആരാധനയിലും വൈകിട്ടത്തെ 8 മണി മുതൽ 9 മണി വരെയുള്ള സൗഖ്യ വിടുതൽ ആരാധനയിലൊക്കെ കർത്താവ് ഈ വിഷയം ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കും. നിൻ്റെ കരുണ ഈ മക്കളുടെ മേൽ, ഈ കുടുംബങ്ങളുടെ മേൽ നീ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കൂടി കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേക നിയോഗത്തെയും നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്ക്, ദുസ്വഭാവങ്ങൾക്ക്, അവിശ്വാസങ്ങൾക്ക്, നിരീശ്വരത്വത്തിന് ഒക്കെ അടിമപ്പെട്ടു പോയ മക്കളുണ്ടാകാം. പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കൾ, അങ്ങനെ വേണം പറയാൻ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, ജയിലിനുള്ളിൽ കിടക്കുന്ന പോലെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്, വൈകാരിക സ്വാതന്ത്ര്യമില്ല, ഭയത്തിൻ്റെ അടിമത്തം, അങ്ങനെ അടിമത്തങ്ങളുണ്ട്. ആകുലതയുടെ അടിമത്തം, നിരാശയുടെ അടിമത്തം, ഓവർ തിങ്കിങ്ങിൻ്റെ അടിമത്തം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ അടിമത്തത്തിൽ കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മേഖലയെല്ലാം വിടുതലുണ്ടാകാൻ വേണ്ടി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ വലതുകരം ഈ മക്കളുടെ മേൽ, ഈ കുടുംബങ്ങളുടെ മേൽ നീട്ടണമേ. ആർക്കെല്ലാം വേണ്ടി ഈ മക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ ആ മക്കളിലേക്ക് കർത്താവേ നിൻ്റെ സ്നേഹത്തിൻ്റെ വെളിച്ചം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഇവിടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. മാതാപിതാക്കൾ വിശുദ്ധീകരിക്കപ്പെടുന്നിടത്ത് മക്കൾ വിശുദ്ധീകരിക്കപ്പെടും. മക്കൾ വിശുദ്ധീകരിക്കപ്പെടുന്നിടത്ത് തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടും. കർത്താവേ, ഈ കുടുംബങ്ങൾ, ഇവിടെ തലമുറകൾ കർത്താവിൻ്റെ വെളിച്ചം വീശട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, നന്ദി. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കും.